ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മത്തങ്ങ കൊണ്ട് ഉള്ള ഒരു ഒഴിച്ചു കറി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് പരിപ്പുവർഗ്ഗങ്ങളൊന്നും ചേർത്തിട്ടില്ല. അതിനായിട്ട് ഞാനൊരു 250 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഈ മത്തങ്ങ ഇനി ഞാനതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് നമുക്കിനി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. മത്തങ്ങ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഈ അരിഞ്ഞ മത്തങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 7-8 ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവി അതിൽ സ്വല്പം ജീരകം കൂടി ചേർത്ത് ഒരു ചെറിയ വെളുത്തുള്ളി അല്ലി അതിലിട്ട് നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ട് അത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മത്തങ്ങ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് ഒന്ന് ഉടച്ചു കൊടുത്തു. എല്ലാ കഷ്ണമൊന്നും ഉടയ്ക്കേണ്ട, എങ്കിലും ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ തേങ്ങ അരച്ചു വെച്ചിരുന്ന ആ തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് ഉപ്പൊക്കെ ആവശ്യത്തിന്, ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് അവരവരിഷ്ടത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കടുക് വറക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞ് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു സ്വല്പം കരിയാപ്പില ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഒട്ടുമ്പോൾ ഒരു ഉണക്കമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങ കറിയിലേക്ക് ഇതൊഴിക്കാം. നമ്മുടെ മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല രുചിയുള്ളതാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.